ഏതായാലും വി ഡി സതീശൻ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരു മഹാസംഭവമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിനുവേണ്ടിയുള്ള വിശാലമായ പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ സ്റ്റേജിന്റെ പണികളൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഹിമാചൽ പ്രദേശിലെയും കർണാടകത്തിലെയും തെലങ്കാനയിലെയും മുഖ്യമന്ത്രിമാർ വിശിഷ്ടാതിഥികളായി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടാകും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തും എന്ന കാര്യം ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ ചരിത്ര സംഭവമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് UDF പ്രവർത്തകരുള്ളത്. അതിന്റെ മുഴുവൻ ആഘോഷ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടി UDFന്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് ഈ ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കാണ്. അവിടെ നിന്ന് മേഘന മുരളിയും ജിബിൻ ജെബിയും നമ്മളോടൊപ്പം ചേരുന്നു. മേഘന, ജിബിൻ, സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഒരു വലിയ സംഭവമാക്കി മാറ്റി തീർക്കുക ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ്, അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുകയാണല്ലോ. എന്താണ് സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ അവസാന മിനുക്കുപണിയുടെ വിവരങ്ങൾ? എന്തൊക്കെ വിശദാംശങ്ങളാണ് നിങ്ങൾക്ക് ഈ സമയം നൽകാനുള്ളത്? ഇതാണ് കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്ന വേദി. അത് കഴിഞ്ഞ തവണ അധികാരം നഷ്ടപ്പെടുമ്പോഴും അവർ ഇങ്ങനൊരു വേദിക്ക് വേണ്ടിയാണ് ആഗ്രഹിച്ചത്. അങ്ങനെ അത് അവസാനം വരുന്നു. അതിൽ കൃത്യമായൊരു കണക്ക് പറയുകയാണെങ്കിൽ 2011 ഇതേ ഒരു മെയ് മാസം 18-നാണ് ഉമ്മൻചാണ്ടി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ കൃത്യം 15 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതിന്റെ നാളത്തെ സത്യപ്രതിജ്ഞയ്ക്കായുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ നടന്നു. സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഒരു വലിയ സ്റ്റേജ് ഒരുങ്ങിയിട്ടുള്ളത്. അതിൽ 10,000-ലധികം ആളുകളെ ഈ സ്റ്റേജിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ട് പാസുകൾ അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ദൃശ്യം എന്ന് പറയുന്നതും ഒട്ടനവധി കോൺഗ്രസ് പ്രവർത്തകർ, അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പുറത്തു നിന്നൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരുപാട് പേർ അത് നമ്മൾ എവിടെ നിന്നാണ് ഇവർ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പല സ്ഥലത്ത് പല കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന പല നാടുകളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒട്ടനവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ചേട്ടാ, എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ പെരുന്തൽമണ്ണ വരുന്നത്. ഞങ്ങളുടെ ജനനായകൻ, ജനങ്ങളുടെ നായകൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന, ഞാൻ തിരുവനന്തപുരത്തേക്ക് ആദ്യമായിട്ടാണ് സത്യപ്രതിജ്ഞ വരുന്നത്. നേരത്തെ ഓരോ തിരക്ക് പറഞ്ഞ് മാറ്റിവെക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ജനനായകൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 2 ദിവസം മുന്നേ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റേ ആണ്. അത്രയും ആകാംക്ഷ. വെള്ളിയും വസ്ത്രമൊക്കെ ഉണ്ടല്ലോ. അതെ, അത് വെള്ളയാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. UDFന് വേണ്ടിയിട്ട് നമ്മുടെ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിനെതിരുള്ള വികാരമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ആകാംക്ഷയിൽ തലേന്ന് എത്തിപ്പെട്ടത്. പെരുന്തൽമണ്ണ നിങ്ങൾ ടീമായിട്ട് വന്നാണ്. ഞങ്ങൾ MLA നജീബ് സാഹിബിന്റെ അനുയായികളാണ്. ഗോപീകൃഷ്ണൻ, അങ്ങനെ തന്നെയാണ്. ഈ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന ഒരുപാട് പേർ. കാരണം കഴിഞ്ഞ 10 വർഷം അധികാരം നഷ്ടപ്പെട്ട ശേഷം അവർക്കിത് കാത്തിരുന്ന നിമിഷമാണ്. മാത്രമല്ല, വെറും വിജയമല്ല, 102 സീറ്റാണ്. 102 സീറ്റ് നേടിയാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. അതിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നു. ജിബിൻ ജെബി കൂടെ ചേരുന്നുണ്ട്. ജിബിനും നേരത്തെ തന്നെ ഈ ഒരു ഒരുക്കങ്ങളുടെ കൂടെ സഞ്ചരിച്ച ഒരാളാണ്. അതിൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ്, അത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ തരത്തിൽ ആഘോഷിക്കുന്നുണ്ട്. അത് 102 സീറ്റ്, അതിൽ എന്തൊക്കെ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, അത് VIP കൾ വരുന്നുണ്ട്. ശരി, ഏതായാലും മേഘന, നമുക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു, വിവരങ്ങൾ കാണാൻ കഴിഞ്ഞു. ഏതായാലും ആഘോഷപൂർവ്വം ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് വലിയ ഗംഭീരമാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.